നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക തട്ടിപ്പുകൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നുവെന്ന് ആർക്കും അറിയില്ല. വിവരങ്ങൾ അന്വേഷിച്ചാൽ പറയാൻ സൗകര്യമില്ലെന്ന മറുപടി. പാവപ്പെട്ടവൻ ഒരു ചെറുകിട വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ നോട്ടീസ് അയക്കലും മേൽ നടപടിയും ഒടുവിൽ അടിയന്തര ജപ്തി നടപടിയും നടത്തുന്ന നമ്മുടെ നാട്ടിലെ ബാങ്കുകളിൽ ജീവനക്കാർ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മളാരും അറിയാറേയില്ല. കോടികൾ വരെ ബാങ്കുകളിൽ നിന്ന് വായ്പയായി അനുവദിച്ച് സ്വന്തം പോക്കറ്റിലാക്കി തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വാർത്തകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ ബാങ്ക് മേധാവികൾ തരുന്ന മറുപടി തട്ടിച്ചെടുത്ത തുക ഉദ്യോഗസ്ഥൻ തിരിച്ചടച്ചു എന്നുള്ളതാണ്. ഇത് എന്ത് ന്യായമാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു കള്ളൻ പോക്കറ്റ് അടിച്ചെടുക്കുന്ന തുക തിരിച്ചു കൊടുത്താൽ പോക്കറ്റടി അല്ലാതാകുമോ? നിയമം അതിന് അനുവദിക്കില്ല എന്നാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ബാങ്കിലെ സ്വന്തക്കാരായ ഉദ്യോഗസ്ഥർ നടത്തുന്ന തട്ടിപ്പുകൾക്ക് ബാധകമല്ല എന്നാണ് ഇനി മുതൽ നമ്മൾ പറയാൻ പഠിക്കേണ്ടത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നിയന്ത്രണമുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ ഒന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഈ ബാങ്കിൽ പല ബ്രാഞ്ചുകളിലും ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി നമുക്കറിയാം. ഉദാഹരണത്തിന് ബാങ്കിന്റെ ഗുരുവായൂർ ബ്രാഞ്ചിൽ ക്ഷേത്രത്തിലെ ദിവസ കളക്ഷൻ കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ കണക്കിൽ തിരിമറി നടത്തി 25 ലക്ഷം രൂപ അടിച്ചുമാറ്റി. പിന്നീട് മേലധികാരികൾ ഇത് കണ്ടുപിടിച്ച് ജീവനക്കാരനെതിരെ എന്തോ വഴിപാട് കണക്കെ നടപടിയും എടുത്തു. പിന്നീട് അറിഞ്ഞത് ഈ ജീവനക്കാരൻ തട്ടിച്ചെടുത്ത തുക തിരിച്ചെടുത്തു എന്നാണ്. ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും അത് തെളിവ് സഹിതം പിടികൂടുകയും ചെയ്താൽ ഇതിന്മേലുള്ള നടപടി തുക തിരിച്ചടച്ചാൽ അവസാനിക്കുന്നതാണോ എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെ 2022 പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോഴിക്കോട് ലിങ്ക് റോഡ് ശാഖയിൽ മാനേജർ വലിയ ഭീമൻ തട്ടിപ്പ് നടത്തിയത് പിന്നീട് കണ്ടുപിടിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ അക്കൗണ്ടിൽ നിന്നാണ് തിരിമറി നടത്തി 1,26 ലക്ഷം രൂപ മാനേജർ അടിച്ചു മാറ്റിയത്. ഇതിനും പിന്നീട് മേലധികാരികൾ നൽകിയ വിശദീകരണം കുറ്റക്കാരൻ തുക ബാങ്കിലേക്ക് തിരിച്ചടച്ചു എന്നതാണ്. ഇവിടെയും അവശേഷിക്കുന്ന ചോദ്യം, സാമ്പത്തിക തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ പണം തിരിച്ചടയ്ക്കുന്നതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്നതാണ്. കേരളത്തിൽ ഇപ്പോഴും വിവാദമായി നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഭരണം നടത്തുന്ന സഹകരണ ബാങ്കുകളിലെ വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകളാണ്. പല നിക്ഷേപകരും നിക്ഷേപം തിരിച്ചു കിട്ടാത്ത സ്ഥിതി വന്ന ബാങ്കുകളിൽ കയറിയിറങ്ങുന്ന സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ടായത് ഇപ്പോൾ പല ഏജൻസികളുടെയും അന്വേഷണത്തിലാണ്. എന്നാൽ ഇതിനെയും വെല്ലുന്ന രീതിയിലാണ് ദേശസാൽകൃത ബാങ്കുകളിൽ നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. ദേശസാൽകൃത ബാങ്കുകളിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഒരു പ്യൂൺ ആയാൽ പോലും 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം കിട്ടും. ഇത്തരത്തിൽ വളരെ ഉയർന്ന നിരക്കിലുള്ള ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നേടിയെടുക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ നിക്ഷേപകരെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ദേശീയ തലത്തിൽ ദേശസാൽകൃത ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ പുറത്തു വരാത്ത പല സാമ്പത്തിക തട്ടിപ്പുകളുടെയും ചുരുളുകൾ അഴിയും എന്നത് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നതാണ്. സാമ്പത്തിക തട്ടിപ്പുകൾ ദേശസാൽകൃത ബാങ്കുകളിൽ തുടരുമ്പോൾ പോലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതെല്ലാം തേച്ചു മായ്ക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം. കേരളത്തിലെ നേരത്തെ പറഞ്ഞ ബാങ്ക് തട്ടിപ്പുകളുടെ വിശദ വിവരങ്ങൾക്കായി ഒരാൾ വിവരാവകാശ നിയമപ്രകാരം മറുപടി തേടിയപ്പോൾ കിട്ടിയ വിശദീകരണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകേണ്ടതില്ല എന്നതാണ്. ഇന്ത്യയിൽ നിലവിലുള്ള വിവരാവകാശ നിയമപ്രകാരം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ കൃത്യമായ മറുപടി 30 ദിവസത്തിനകം നൽകിയിരിക്കണം എന്നാണ്. ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് ദേശസാൽകൃത ബാങ്കിലെ ഇൻഫർമേഷൻ ഓഫീസർ ചോദ്യം തള്ളിക്കൊണ്ട് ഉത്തരം നൽകാതെ മറുപടി നൽകിയത്. 2014 മുതൽ 10 വർഷക്കാലം ദേശസാൽകൃത ബാങ്കുകളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളും അതിൽ നടന്നിട്ടുള്ള മേൽ നടപടികളിലും വിശദീകരണം ചോദിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത്. ഈ അപേക്ഷയാണ് ബാങ്ക് മേധാവികൾ മറുപടി നൽകാതെ തള്ളിയത്. ദേശസാൽകൃത ബാങ്കുകളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ തുക തിരിച്ചടച്ചു എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ ആരിൽ നിന്നാണ് തുക തിരിച്ചു പിടിച്ചത് എന്നും കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമ നടപടികളുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ബന്ധപ്പെട്ടവർ മറുപടി നൽകാതെ തള്ളിക്കളഞ്ഞത്. നമ്മുടെ ദേശസാൽകൃത ബാങ്കുകൾ മാത്രമല്ല, പണമിടപാട് നടത്തുന്ന എല്ലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും പൊതുജനത്തിന് കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നതിനും നിലവിൽ ഉള്ളതിനേക്കാൾ കൃത്യതയുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ശർക്കരക്കുടത്തിൽ കൈയിടുമ്പോൾ അറിയാൻ
അറിയാതെ നുണഞ്ഞു പോവുക സ്വാഭാവികമാണ്. ഇത് തന്നെയാണ് രാജ്യത്തുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ തുടങ്ങി സഹകരണ ബാങ്കുകളിൽ വരെ പടർന്നു പിടിച്ചിട്ടുള്ള മഹാരോഗം. കൃത്യമായ മേൽനോട്ടത്തിലും ഇടപെടലിലും റിസർവ് ബാങ്കിന്റെ നിരീക്ഷണത്തിൽ ശക്തമായ ഒരു സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരുടെ ഒത്തുകളികൾ തുടരുകയും തട്ടിപ്പുകൾ അരങ്ങേറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നന്ദി, നമസ്കാരം.